Hi everyone, it's me Rahul. Welcome to Mentor FX, my YouTube channel. So നമുക്ക് വീക്ക്ലി മാർക്കറ്റ് അനാലിസിസിലോട്ട് പോവാം. ഓക്കെ, സോ ഞാൻ ലാസ്റ്റ് വീക്കിലെ കംപ്ലീറ്റ്ലി എല്ലാം കളഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കംപ്ലീറ്റ്ലി ന്യൂ ഒരു വീക്കായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, കംപ്ലീറ്റ്ലി ലാസ്റ്റ് ഡ്രോയിങ്സ് എല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരുമിച്ചിരുന്നിട്ട് ഈ വീക്കിലി മാർക്കറ്റ് അനാലിസിസ് എടുക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വീക്കിലും മാർക്കറ്റ് എന്താ ചെയ്തതെന്ന് നമുക്ക് വീക്കിലി ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അതുപോലെ ജസ്റ്റ് നമുക്ക് നമ്മുടെ പ്രൈമറി ട്രെൻഡ് ആയിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രൈമറി ട്രെൻഡ് മന്ത്ലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താ നമുക്ക് നോക്കാം. സോ മന്ത്ലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് അല്ലേ. മാർക്കറ്റിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസിൻ്റെ ഉള്ളിലാണ് 25,000 ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് ഈ ഒരു മേജറായിട്ടുള്ള ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈ നോക്കി കഴിഞ്ഞാൽ 24,989 to 24,989 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 24,989 ആണ് ഈ ക്യാൻഡിൽസിൻ്റെ ഹൈ. സോ നിങ്ങൾക്കറിയാം ഈ ഒരു എന്താ പറയുക, ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ ലാസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻസൈഡ് ബാർ, അതായത് മന്ത്ലി മാർക്കറ്റ് ഒരു ഇൻസൈഡ് ബാറിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ മാർക്കറ്റ് ഒരുപാട് കാലം മാർക്കറ്റ് എന്തായാലും ആ ഇൻസൈഡ് ബാറിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ മാർക്കറ്റ് കഴിയത്തില്ല. സോ വെരി സൂൺ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ടോ ഒരു ബ്രേക്ക് ഡൗണോ കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയത്തില്ല മാർക്കറ്റ് എങ്ങോട്ടോ മൂവ് ചെയ്യുന്നത്, ബട്ട് നമുക്കൊരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ കാണാൻ എന്തായാലും കഴിയും. അത് നമുക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ലോ നമുക്കിപ്പോൾ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് താഴെയാണ് ഇതിൻ്റെ ലോ ഉള്ളത്. സോ ആ ലോ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല, ഓൺലി ഹൈ മാത്രം മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ലാസ്റ്റ് മന്തിൻ്റെ ലോ ഇവിടെ അടുത്തുണ്ട്. ലാസ്റ്റ് മന്തിൻ്റെ ലോ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, കാരണം ലാസ്റ്റ് മന്തിൻ്റെ ഹൈയുടെ മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, ഹൈയുടെ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ലാസ്റ്റ് മന്തിൻ്റെ ലോയും ലാസ്റ്റ് മന്തിൻ്റെ ഹൈയും നമുക്ക് മാർക്ക് ചെയ്തിടാം. കാരണം ലാസ്റ്റ് മന്തിൻ്റെ ഹൈ എന്താണ്, മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഈ ഹൈന്ന് മാർക്കറ്റ് റിജക്ഷൻ വന്ന് ഔട്ട് വീണിരിക്കുകയാണ്. ഓക്കെ, 25,530 ആണ്. 24,530 ആണ് ലാസ്റ്റ് മന്തിൻ്റെ ഹൈ ആയിട്ടുള്ളത്. സോ ലാസ്റ്റ് മന്തിൻ്റെ ലോ എത്രയാണ്? 23,606 ആണ് ലാസ്റ്റ് മന്തിൻ്റെ ലോ. സോ ഇത് നമുക്ക് മെയിനായിട്ടുള്ള ഒരു ഹൈയും ലോയും ആണ്. ഓക്കെ, ഓക്കെ, സോ ഇത് നമുക്ക് മേജറായിട്ടുള്ള ഹൈയും ഒരു ലോയുമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഇതിനാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീക്കിലിയിലോട്ട് വരാം. വീക്കിലിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ്. സോ നമ്മൾ പറഞ്ഞ ആ റേഞ്ചിനുള്ളിലോട്ട് മാർക്കറ്റ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഈ ഒരു ലോനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഈ ലോയിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ചിലപ്പം ഈ റേഞ്ചിനുള്ളിലോട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. സോ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. നമ്മൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. സോ വീക്കിലിയിൽ നമ്മൾ ഇതിൻ്റെ താഴെയാണ്. സോ ലാസ്റ്റ് വീക്കിൽ കംപ്ലീറ്റ്ലി ഒരു സെല്ലിംഗ് പാറ്റേൺ ആണ് മാർക്കറ്റ് കാണിച്ചിട്ടുള്ളത്. അതായത് അതിന് മുന്നേ ഒരു ഇൻവിസിബിൾ ഡോജി ആയിരുന്നു ലാസ്റ്റ് വീക്ക്, ഇതിന് മുന്നത്തെ വീക്ക്. ഈ വീക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 80% സെല്ലിംഗ് ആണ് ഈ വീക്കിൽ വന്നിട്ടുള്ളത്. ഒരു 80% സെല്ലിംഗ് ആണ്. സോ ഈ വീക്കിൻ്റെ ഹൈ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് കറണ്ട് വീക്കിൻ്റെ ഹൈയും കൂടെ നമുക്കത് മാർക്ക് ചെയ്തിടാം. സോ ലാസ്റ്റ് മന്തിൻ്റെ ലോൻ്റെ മുകളിൽ നമുക്ക് ഈ വീക്കിൻ്റെ ഹൈ വരുന്നുണ്ട്. സോ നമുക്കിത് മുകളോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, രണ്ട് ലൈൻ ഒരുമിച്ചിൻ്റെ ആവശ്യമില്ല. അപ്പം 24,605 ആൻഡ് 24,625 ആൻഡ് 24,434 ആണ് നമ്മുടെ ഇവിടെയുള്ള രണ്ട് മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. ഇനി മേജർ സപ്പോർട്ടായിട്ടുള്ളത് അപ്പം ഈ വീക്കിൻ്റെ ലോ ആണ്. വീക്കിലി ലോ മേജർ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ വീക്കിലി ലോയിൽ എന്തുണ്ടാവും? ലിക്വിഡിറ്റി ഉണ്ടാവും. സോ അത് ഓർത്ത് വെക്കണം, വീക്കിലി ലോയിൽ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, സോ വീക്കിലി ലോ ഇതാണ് നമ്മുടെ പ്രീവിയസ് വീക്ക് ലോ. ഓക്കെ, പ്രീവിയസ് വീക്ക് ഹൈ, അതിൻ്റെ മിഡിൽ ഏരിയയിൽ ഒരു മേജർ റെസിസ്റ്റൻസും ഉണ്ട് നമുക്ക്. ഓക്കെ, കാരണം അത് നമ്മുടെ ഈ റേഞ്ചിൻ്റെ ഹൈ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അതിൻ്റെ താഴെ നമുക്ക് വരാം ഡെയിലിയിലോട്ട്. സോ ഡെയിലിയിൽ മാർക്കറ്റ് ലാസ്റ്റ് ഡേയിൽ നടത്തിയത് ഒരു ഹാമർ, അതായത് ഹാമർ അല്ല, ഒരു ഡോജി ക്യാൻഡിലാണ്, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അപ്പം
ഈ ലോയുടെ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഡെയിലി ലോ ഹൈ തൊട്ട് മുകളിൽ തന്നെ ഉണ്ട് ഈ മേജർ റെസിസ്റ്റൻസസ്. ബട്ട് ഡെയിലി ഹൈ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഡെയിലി ഹൈ നമുക്ക് മാർക്ക് ചെയ്തിടാം. ഓക്കെ, ഡെയിലി ഹൈ നമുക്ക് മാർക്ക് ചെയ്യാം. സോ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ഒന്നുമില്ല, ഇംബാലൻസ് ഒന്നും നമുക്ക് ഇപ്പോൾ കാണുന്നില്ല ഞാൻ. സോ നമുക്ക് ഡെയിലി ലോയും നമുക്ക് മാർക്ക് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ലെവൽസ് കിട്ടി. സോ ഈ ലെവൽസിനൊന്നും ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ വന്നിട്ട് മേജർ ലെവൽസ് നമുക്കിപ്പോൾ ഇൻട്രാഡേയിൽ ആവശ്യമുള്ള ലെവൽസ് നമുക്ക് വരയ്ക്കാം. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ 4 ഹവറിലോട്ട് വരുന്നു. 4 ഹവറിലോട്ട് വന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ലെവൽസ് ഒന്ന് റിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഈ ലെവലിൽ 4 ഹവറിൽ ലോ ഇതാണ്, ഹൈ ഇതാണ്. ഓക്കെ, സോ ഈ ഹൈനെ ഞാൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹൈനെ ഇതിൻ്റെ മുകളിലോട്ട് കോമൺ ആയിട്ടുള്ള ഈ ഒരു മേജർ റെസിസ്റ്റൻസിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ തോട്ടർ ചെയ്യുക ഈ ഒരു റെസിസ്റ്റൻസിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം തൊട്ടടുത്തടുത്ത് വരുന്നത് അത്രയും ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്തത്. 1 ഹവറിൽ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹൈ നമുക്ക് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, നോക്കിയിട്ട് ഷിഫ്റ്റ് ചെയ്യാം. സോ അപ്പം ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മേജർ സപ്പോർട്ടാണ്, ഇതും ഒരു സപ്പോർട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ ലോയുടെ താഴെ നമുക്ക് മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത് ഈ ഒരു ഹൈ ആണ്, ഈ ഒരു ഹൈ. സോ അത് നമുക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം, കാരണം ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഇത്രയും ലെവൽ നമുക്ക് 4 ഹവറിലിടാം. എന്നിട്ട് 1 ഹവറിൽ പോയിട്ട് ഇനി നമുക്ക് റിഫൈൻ ചെയ്യാം. ഓക്കെ, സോ 1 ഹവറിൽ നമ്മൾ ജസ്റ്റ് ബാക്കോട്ടൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, ഇവിടെ എന്തെങ്കിലും മേജറായിട്ടുള്ള റെസിസ്റ്റൻസോ സപ്പോർട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന്. സോ ഇത് നമുക്ക് എന്താണ് ഒരു മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഹൈ. ഓക്കെ, സോ ഈ ഒരു ഹൈയും നമുക്ക് മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അതും ഞാൻ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. മാർക്കറ്റ് നമുക്ക് 50 മിനിറ്റ്സിൽ ഇത് കഴിഞ്ഞതിന് താഴെ 50 മിനിറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡേ പ്ലാൻ കിട്ടും. നമുക്ക് എന്താണ് നാളെ പ്ലാൻ ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ നമുക്ക് കിട്ടുമായിരിക്കും. ഓക്കെ, സോ അപ്പം മാർക്കറ്റ് ഓൾ ഓവർ ഒരു സെല്ലിങ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിൻ്റെ ഹയർ ടൈം ഫ്രെയിംസ് മുതൽ നമ്മളിപ്പം ചെറിയ 1 ഹവർ വരെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളത്. സോ നമ്മുടെ പ്ലാൻ ആസ് പെർ നൗ സെൽ ഓൺ ദ റൈസ് ആണ്. ഇനി എന്തെങ്കിലും 50 മിനിറ്റ്സിൽ നമുക്ക് എന്തെങ്കിലും മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് സിനാരിയോ കാണുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പം 1 ഹവർ വരെ എനിക്ക് തോന്നിയിട്ടുള്ളത് സെൽ ഓൺ റൈസ്. ഓക്കെ, സെൽ ഓൺ ദ റൈസ് ഫീലിംഗ് ആണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ താഴെ നമുക്ക് ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മേജറായിട്ടൊരു സപ്പോർട്ട് വരുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെ ഒരുപാട് നോയ്സ് ഉണ്ട്. സോ നമുക്ക് ആ നോയ്സ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ലൈൻ ക്യാൻഡിൽ ഇട്ടിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഈ ഹൈ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഹൈ. ഓക്കെ, സോ ഇതിൻ്റെ താഴെ നമുക്ക് വരുന്നത് 50 മിനിറ്റ്സ്. ഓക്കെ, 50 മിനിറ്റ്സിൽ നമുക്കിനി നാളത്തെ ട്രേഡിംഗ് പ്ലാൻ നോക്കാം. സോ അപ്പോൾ ഇത് നമ്മുടെ മേജർ ലെവൽസാണ്. താഴോട്ട് 24,298 താഴെ 24,267, 24,223, 24,281. മുകളിലോട്ട് നമ്മുടെ റെസിസ്റ്റൻസ് 24,406, അതായത് 24,400 നമുക്ക് എടുക്കാം. അപ്പം ഇതിന് ഞാൻ കുറച്ച് ഇറക്കി വെക്കുന്നുണ്ട്. ഇതാണ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് വരിക. സോ ഇതൊരു സോണായിട്ട് നമുക്ക് വരച്ച് വെക്കാം. ഇവിടുന്ന് ഇവിടം വരെ ഇത് മൊത്തം നമ്മുടെ എന്താണ് ഒരു സെല്ലിങ് സോണാണ്. കാരണം വിക്കുകൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരച്ചിട്ടുള്ളത്. അവിടെ ഒരുപാട് 50 മിനിറ്റ്സിൽ നോയ്സ് ഉണ്ട്. ഓക്കെ, സോ ഇത് നമ്മുടെ എന്താണ് മേജറായിട്ടുള്ള ഒരു സെല്ലിങ് സോണാണ്. 24,400 മുതൽ ഈ റേഞ്ച് വരെ ഇവിടെ നമുക്ക് ഇത് ഒരു മേജറായിട്ടുള്ള സെല്ലിങ് സോണാണ് ഈ വരുന്നത്. ഓക്കെ, ഈ വരുന്നത് നമ്മുടെ എന്താണ് മേജറായിട്ടുള്ളൊരു സപ്ലൈ സോണാണ്. 24,744 മുതൽ താഴോട്ട് ഏകദേശം ഈ റേഞ്ച്. സോ ഈ 2 റേഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ മേജറായിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, സോ അപ്പം ഈ ഒരു സോൺ ഇത്രയും, ഇവിടുന്ന് ഇത്രയും ഞാൻ നമ്മുടെ ഡിമാൻഡ് സോണായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ താഴെ ഇത് നമ്മുടെ ഡിമാൻഡ് സോണാണ്. അതിൻ്റെ തൊട്ട് താഴെ ഇതും നമ്മുടെ മേജർ ഡിമാൻഡ് സോണാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് OI ചെക്ക് ചെയ്യാം. OI കൂടെ ചെക്ക് ചെയ്യാം. ഇതിൻ്റെ താഴെ എന്താണ് OIയുടെ എത്ര OI സപ്പോർട്ടാണ്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെല്ലറും ഏറ്റവും കൂടുതൽ ബയറും ഉള്ളത് എവിടെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈ മുകളിൽ വരുന്നത് നമുക്കിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. മാർക്കറ്റ് മൺഡേ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, എന്തെങ്കിലും ഓവർനൈറ്റ് ന്യൂസിൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സ്റ്റിൽ നമ്മൾ
ഈ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് പോകുന്ന വരെ 24,474 മുകളിൽ പോകുന്നവരെ നമുക്കൊരു സെൽ ഓൺ ദ റൈസ് നോക്കാം. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഗ്യാപ്പിലാണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് സെൽ ഓൺ ദ റൈസ് തന്നെ നോക്കാം. ഓക്കെ, സെൽ ഓൺ ദ റൈസ്. സോ നമ്മുടെ മൺഡേയിലെ പ്ലാൻ എന്താണ്? ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് ഉള്ളോട്ട് കയറുകയാണെങ്കിലും അത് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും ഈ രണ്ട് ഏരിയയിൽ നിന്ന് നമ്മൾ സെൽ ഓൺ ദ റൈസ് തന്നെയാണ്. ഓക്കെ, സോ ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോയും നിങ്ങൾ നോക്കിയാൽ അറിയാം ഒരേ ഒരു സ്റ്റൈൽ തന്നെ ആയിരിക്കും പോകുന്നത്. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ബോറിങ് സ്റ്റൈൽ ഏതാണോ ആ സ്റ്റൈൽ തന്നെ ആയിരിക്കും നമ്മുടെ എപ്പോഴും ഉള്ള വിന്നിങ് ട്രേഡ്സും കൂടുതലുണ്ടാവുക. സോ എപ്പോഴും നമ്മൾ നമ്മുടെ സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരുന്നാൽ നമ്മൾ പ്രോഫിറ്റിലോട്ട് വരത്തില്ല. സോ എൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ സെൽ ഓൺ ദ റൈസ് ആയിരിക്കും. അതായത് 13-ാം തീയതിയിലെയും 14-ാം തീയതിയിലെയും ലിക്വിഡിറ്റി ഉണ്ട് ഇതിൻ്റെ മുകളിൽ. സോ ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചുള്ളിലോട്ട് കയറുകയാണെങ്കിൽ പിന്നെ മാർക്കറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഈ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റിയിലോട്ടായിരിക്കും. സോ നമുക്ക് താഴോട്ട് നല്ല ടാർഗറ്റ് ഉണ്ട്. സോ സെൽ ഓൺ ദ റൈസ് ആണ് നമ്മുടെ മൺഡേയിലെ 17th അല്ലേ? യെസ്, 15, 16, 17 നാളെ മൺഡേയിൽ നാളെ നമ്മുടെ പ്ലാൻ സെൽ ഓൺ ദ റൈസ് ആയിരിക്കും. അതല്ല ഗ്യാപ്പ് ഡൗണിലാണ് വീഴുന്നെങ്കിൽ മാർക്കറ്റ് ഇപ്പം ഈ 2 ദിവസം ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റിന് പെൻഡിങ് ഉണ്ട്, അത് ഓർത്ത് വെച്ചേക്കണം. ഇവിടെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റിന് പെൻഡിങ് ആണ്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് 50 മിനിറ്റ്സിലെ ഈ OB മാർക്കറ്റിന് പെൻഡിങ് ആണ്. സോ ഈ OB മാർക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. സോ മാർക്കറ്റിന് ചാൻസ് ഉണ്ട് ഈ OB എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ ബൈ ഓൺ ദ ഡിപ്പ് ആയിരിക്കും നമ്മുടെ പ്ലാൻ. കാരണം ഇവിടെ എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്കാണ് OB. സോ നമ്മൾ ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ ബൈ ഓൺ ദ ഡിപ്പ് ആയിരിക്കും. ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ നമ്മൾ സെൽ ഓൺ ദ റൈസ് ആയിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും മാർക്കറ്റ് മൺഡേ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ ഒരുപാട് നേരം കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മുകളോട്ടുള്ള ബ്രേക്കൗട്ടിലോ താഴോട്ടുള്ള ബ്രേക്കൗട്ടിലോ നിങ്ങൾ ട്രേഡ് ചെയ്യാം. അത് നോർമൽ ട്രേഡിംഗ് ആണ്. എപ്പോഴും ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ആയിരിക്കും എപ്പോഴും നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ആക്കി തരുന്ന ട്രേഡിംഗ്. ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റിലുള്ള ട്രേഡിംഗ് നമുക്ക് എപ്പോഴും ലോസ് ആയിരിക്കും. സോ കൺസോൾട്ടേഷൻ ചെയ്താൽ മാർക്കറ്റ് നിൽക്കുന്നതിൻ്റെ ആ കൺസോൾട്ടേഷൻ്റെ ലോയും ഹൈയും മാർക്ക് ചെയ്തിടുക. താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലോ വരെ ട്രേഡ് ചെയ്യാം, മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഹൈ വരെ അല്ലെങ്കിൽ ഈ ഹൈ വരെ ട്രേഡ് ചെയ്യുക. അവിടെ നിങ്ങൾ 1:2 എന്തെങ്കിലും ടാർഗറ്റ് എടുത്തിട്ട് എക്സിറ്റ് ആയേക്കുക. കാരണം ഈ ഹൈന്ന് നിങ്ങൾക്ക് നല്ല റിജക്ഷൻ വരാൻ മാർക്കറ്റിന് ചാൻസ് ഉണ്ട്. അതെല്ലാം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് മാർക്കറ്റ് ചെയ്യുന്നെങ്കിൽ സെൽ ഓൺ ദ റൈസ്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മാർക്കറ്റ് താഴേന്ന് ബൈ ഓൺ ദ ഡിപ്പ്. ഓക്കെ, മാർക്കറ്റ് ബൈ ഓൺ ദ ഡിപ്പ് തിരിച്ച് ഇതേപോലെ ഉള്ളിൽ കയറുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഡേയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് 13-ാം തീയതിത്തെ ലോ എടുത്തിട്ട്, അതായത് ഇതായിരുന്നു 13-ാം തീയതിത്തെ ലോ, നിങ്ങൾ നോക്കിയാൽ മതി. ഇത് 13-ാം തീയതിത്തെ ലോ ആണ്. ഓക്കെ, മാർക്കറ്റ് ഈ ലോ എടുത്തിട്ട് ഇവിടുന്ന് മുകളിലോട്ട് ബൈ ചെയ്ത് വെച്ചവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എടുത്തിട്ട് മാർക്കറ്റ് ഈ ഹൈ വരെ മാർക്കറ്റ് മൂവ് ചെയ്യുക ചെയ്തത്. ഓക്കെ, അപ്പം സെയിം സിനാരിയോ മാർക്കറ്റ്. അപ്പം ഈ ലിക്വിഡിറ്റിയും ഈ താഴത്തെ OBയിലെ ഓർഡറും മാർക്കറ്റിൻ്റെ പെൻഡിങ് ആണ്. സോ ഈ 2 ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഈ ഹൈയിലോട്ട് മാർക്കറ്റ് ഫോക്കസ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഡൗണിലെ മാർക്കറ്റ് വീഴുന്നെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നവർ, ഈ ലോ ഒരു നല്ല വോളിയം ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താൽ സിനാരിയോ മാറും. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലോ നല്ല വോളിയത്തിൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ വരുന്ന ഒരു FEGക്കോ അല്ലെങ്കിൽ ഈ ലോയിൽ റെസിസ്റ്റൻസ് എടുത്ത മാർക്കറ്റ് താഴോട്ട് കഴിയുമ്പോൾ ഈ 2 ടാർഗറ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ഈ ലോ നല്ല സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലോ അല്ലെങ്കിൽ ഈ ലോ വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. ലെവൽസ് നോക്കി വെച്ചാൽ 24,223, 24,121. അതേപോലെ തന്നെ മാർക്കറ്റ് ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്ന നല്ല സ്ട്രോങ് ക്യാൻഡിലിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ മൂവ് ചെയ്യും. അപ്പോൾ ഇവിടം വരെ മൂവ് ചെയ്യുമ്പോഴും നമ്മൾ കണ്ണടച്ച സെല്ല് ചെയ്യല്ല വേണ്ടത്. അവിടെയും നമ്മൾ സിനാരിയോ നോക്കണം. ഇവിടെ എത്തുമ്പോൾ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്ത് നോക്കണം, ബുള്ളിഷ് സ്ട്രെങ്ത്ത് നോക്കണം. മുകളോട്ട് മാർക്കറ്റ് കയറി വരുമ്പം ക്യാൻഡിലിന് സ്ട്രെങ്ത്ത് ഇല്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഇതേപോലത്തെ ഒരുപാട് വിക്കുള്ള ക്യാൻഡിൽസ് ആണ് ഈ ഏരിയയിൽ നിന്ന് മെല്ലെയാണ് മാർക്കറ്റ് മുകളോട്ട് കയറുന്നെങ്കിൽ മാർക്കറ്റ് മുകളോട്ട് കയറുന്നതിന് ടൈപ്പ് ഓഫ് മൂവ് ഉണ്ട് മാർക്കറ്റിന്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ക്യാൻഡിൽ സൈക്കോളജി ജസ്റ്റ് ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ക്യാൻഡിൽ പാറ്റേൺ കിട്ടും. മാർക്കറ്റ് മുകളോട്ട് പോകുമ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടോ, ഇതൊന്നും മാർക്കറ്റിന് വലിയ സ്ട്രെങ്ത് ഇല്ല. ഓക്കെ, സോ ബട്ട് ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടോ, താഴോട്ടുള്ള മൂവ്മെൻറ്റും മാർക്കറ്റിന് നല്ല സ്ട്രെങ്ത്താണ്. മാർക്കറ്റിന് മുകളോട്ട് മൂവ് ചെയ്യുമ്പം
മാർക്കറ്റിന് ആ ക്യാൻഡിൽ നിങ്ങൾ നോക്കുക, സ്ട്രെങ്ത് കുറവാണെങ്കിലും മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് മൂവ് ചെയ്യും. അല്ലെങ്കിൽ നല്ല ബുള്ളിഷ് ക്യാൻഡിൽ മാർക്കറ്റ് കയറി പോകണമെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് ട്രേഡ് മിസ്സാകത്തില്ല. ഏതെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടുന്ന് ഇതേപോലെ സ്ട്രോങ് ക്യാൻഡിൽ മൂവ് ചെയ്തു, വീണ്ടും ഒരു ക്യാൻഡിൽ നല്ലൊരു ക്യാൻഡിൽ ഇങ്ങനെ മൂവ് ചെയ്തു, അതിന് മുകളിൽ വീണ്ടും നല്ലൊരു ക്യാൻഡിൽ ഇവിടുന്ന് മൂവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടും. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 3 ക്യാൻഡിലിൻ്റെ മിഡിലുള്ള ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ ഈ ഗ്യാപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഈ പാരലൽ ചാനൽ എടുത്താൽ മതി. അപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നത് ഫസ്റ്റ് ക്യാൻഡിലെ ഹൈയും സെക്കൻഡ് ക്യാൻഡിൽ ഒഴിവാക്കി വെക്കുക, തേർഡ് ക്യാൻഡിലെ ലോയും. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലെ ഹൈയിൽ വെക്കുക. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിലെ ഹൈയിലും തേർഡ് ക്യാൻഡിലെ ലോയിലും ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, ഇതിന് കളർ കൊടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, സോ ഇതിന് നമുക്ക് ഇത് നമ്മുടെ ഫുള്ള് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നെങ്കിൽ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് തിരിച്ചു വന്നിട്ട് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് മാർക്കറ്റ് ഈ FEG മാർക്കറ്റ് ഒരു ഓർഡർ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട്, അതായത് ഇവിടുത്തെ ഓർഡർ ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ താഴോട്ടും ഇതേപോലെ തന്നെ താഴോട്ടും മാർക്കറ്റ് ഇത് നല്ല ഹെവി ആയിട്ട് ബ്രേക്ക് ചെയ്ത് മൂവ് ആണെങ്കിൽ ഇങ്ങനെ 3 റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വീഴും. ഓക്കെ, ഇങ്ങനെ 3 റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വീഴും. അപ്പോൾ എന്താണ്, ലാസ്റ്റ് വന്ന ക്യാൻഡിലെ ലോയും അതിന് ഏറ്റവും ലാസ്റ്റ് വന്ന ക്യാൻഡിലെ ഹൈയും. ഓക്കെ, ഈ ക്യാൻഡിലെ ലോയും ഈ ക്യാൻഡിലെ ഹൈയും സെൻറ്ററിലെ ക്യാൻഡിൽ വിട്ടേക്കുക, ഈ ടൂൾ എടുക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഈ ഗ്യാപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് മാർക്കറ്റ് ഇവിടെ വന്ന് ഒരു വിക്ക് ടച്ച് ചെയ്താൽ മതി. ഇതേപോലെ അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഷാഡോ അല്ലെങ്കിൽ വിക്ക്, അല്ലെങ്കിൽ ക്യാൻഡിൽ വന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും വീഴുമ്പോൾ നമുക്ക് ഈ ബ്രേക്ക്ഔട്ട് ട്രേഡ്സിലുള്ള ട്രേഡ് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ബ്രേക്ക്ഔട്ട് ട്രേഡ്സിൽ നമ്മൾ സെൽ ഓൺ ദ റൈസ് ബൈ ഓൺ ദ ഡീപ്പാണ് അതിലും ചെയ്യുക. നേരെ കയറി ബ്രേക്ക്ഔട്ട് ട്രേഡ്സിൽ പോയി ട്രേഡ് ചെയ്യരുത്. ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം, ഫെയർ ഗ്യാപ്പ് ഒരു ഇതിനകത്ത് കാണിച്ചു തരാം, ജസ്റ്റ് ഒരു ക്യാൻഡിൽ തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ ഒരു സിനാരിയോ മാർക്കറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ട്രേഡ് ചെയ്യുക. അത് ബ്രേക്ക്ഔട്ടിലാണ്. അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് വളരെ അൺഹെൽത്തി മൂവ്മെൻ്റ് ആണ് ഇതേപോലെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെൽ ഓൺ ദ റൈസ് തന്നെ ചെയ്യാം. ഓക്കെ, സെൽ ഓൺ ദ റൈസ് ആൻഡ് ബൈ ഓൺ ദ ഡീപ്പ്. ബ്രേക്ക് ഡൗൺ ട്രേഡ് ഇതും ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിലിൽ നല്ല സ്ട്രോങ് ക്യാൻഡിലാണെങ്കിൽ അതിലുണ്ടാക്കുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടുന്ന് മാർക്കറ്റ് നല്ല സ്ട്രോങ്ങിലാണ് മൂവ് ചെയ്തിട്ടുള്ളത്. 1 2 3 അല്ലേ, 1 ഈ ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏതാണ്, ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലെ നടുക്കുള്ള ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെ നമ്മൾ എടുക്കുക, ഈ ക്യാൻഡിലെ ഹൈ ആൻഡ് ഈ ക്യാൻഡിലെ ലോ. ഓക്കെ, എന്നിട്ട് ഇതിനെ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ വെരി നെക്സ്റ്റ് ഡേ മാർക്കറ്റ് എന്താ ചെയ്തത്, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയി, വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു. അതാണ് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, മാർക്കറ്റ് ഈ ഗ്യാപ്പ് ഇതിൽ ഫില്ല് ചെയ്തു, എന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പുഷ് ചെയ്തു. ബട്ട് ഇത് മാർക്കറ്റിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു. മാർക്കറ്റ് നമുക്ക് ക്യാൻഡിലിൽ അറിയാം, ടീസർ ടോപ്പ് ഉണ്ടാക്കി മാർക്കറ്റ് താഴോട്ട് പോകും. അപ്പം ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ ബിയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് നോക്കാം. ബിയറിഷ് വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന്. സോ ഇവിടുന്നാണ് മാർക്കറ്റ് നല്ല സ്പീഡിൽ മൂവ് ചെയ്തിട്ടുള്ളത് അല്ലേ, 1 2 3 ഇവിടുന്ന് നല്ല സ്പീഡിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ക്യാൻഡിൽ ലോ, ഈ ക്യാൻഡിൽ ഹൈ, ഇതെന്താണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, പക്ഷേ മാർക്കറ്റ് എടുത്തിട്ടില്ല, താഴോട്ട് തന്നെ വീണു. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. കണ്ടോ, ഈ ക്യാൻഡിൽ ഹൈ, ഈ ക്യാൻഡിൽ ലോ. ബട്ട് ഇത് നോക്ക്, 1 2 3. അപ്പോൾ ഇവിടെ 3 ഇടത്തിലും ഫെയർ വാല്യൂ, ഈ 3 ക്യാൻഡിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, തിരിച്ച് മാർക്കറ്റ് വന്ന് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു, എന്നിട്ട് താഴോട്ട് വീണു. അപ്പോൾ നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രേഡ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിയറസ്റ്റ് ലോ ഏതാണ്, നമ്മുടെ ഗ്യാപ്പ് ഫില്ലിംഗ് ലോ, ഇവിടെ വരെ നമുക്ക് ഇങ്ങനെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. കണ്ടല്ലോ. ഓക്കെ, മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ടൂൾ വെച്ച് നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ, അപ്പോൾ ഈ ടൂളിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. വാട്ടവർ ബിയറിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെഡ് കൊടുക്കാം, ബുള്ളിഷ് ആണെങ്കിൽ ഗ്രീൻ കൊടുക്കാം.
ഓക്കെ, വാട്ടർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറെല്ലാം കൊടുത്തിട്ട് അതിന് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. അതിനുള്ളോട്ടൊരു ക്യാൻഡിൽ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ട്രേഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലാക്കി ചോദിക്കുന്നു. ഓക്കെ, അപ്പം മാർക്കറ്റ് നാളെ ഇവിടുന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടുന്ന് ഇതേപോലെ നല്ല സ്ട്രോങ് മൂവിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനിടയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരികയാണെങ്കിൽ നേരെ വന്നിട്ട് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ രണ്ടാമത് ഇതേപോലെ ഒരു ടച്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മുകളിലോട്ട് ട്രേഡ്. അതേപോലെ തന്നെ ഇത് ഈ ലോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോട് കൂടി 3 ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഗ്യാപ്പിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ട് വീണ്ടും ആ ബ്രേക്ക് ഡൗൺ ട്രേഡ് കിട്ടും. അതല്ലെങ്കിൽ മാർക്കറ്റ് ഇതാ ഇവിടെ മാർക്കറ്റിന് ഒരു ഗ്യാപ്പ് പെൻഡിങ് ആണ് കണ്ടോ, 1 2 3. അപ്പോൾ ഈ ഗ്യാപ്പ് മാർക്കറ്റ് ഓൾറെഡി ഫില്ല് ചെയ്തു ഇവിടുന്ന് 1 2 3. അപ്പം ഈ ഗ്യാപ്പ് നമ്മൾ ഈ ടൂൾ എടുത്തിട്ട് ഈ ക്യാൻഡിലെ ഹൈ ഇത് ഞാൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് 1 2 3 ക്യാൻഡിൽ സ്ട്രോങ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഹൈ ഇതിൻ്റെ ലോയി എടുത്തിട്ട് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ മാർക്കറ്റ് തിരിച്ച് താഴെ വന്നു, ആ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്റർ വരെ നമുക്കൊരു ട്രേഡ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഹൈ വരെ നമുക്കൊരു ട്രേഡ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഉണ്ട് ഈ ഒരു ട്രേഡ് ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് റിജക്ഷൻ മാർക്കറ്റിന് വരാൻ കാരണം എന്താണ്, ഞാൻ ഈ ട്രേഡ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്, ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു അല്ലേ, മാർക്കറ്റിലേക്ക് ഫെയർ വാല്യൂ ടാപ്പ് ചെയ്തിട്ട് തിരിച്ച് ഈ ഓർഡർ ബ്ലോക്ക് വരെ മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിളായിട്ട് ആ ടൂളും പറഞ്ഞിട്ടുണ്ട്. ഈ പാരലൽ ചാനൽ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരച്ചാൽ മതി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഇടയിൽ. ഓക്കെ, ഇങ്ങനെ വരച്ച് വെച്ചാൽ മതി സിമ്പിളായിട്ട്. ഇപ്പം ഈ ടൂൾ നിങ്ങൾക്ക് എടുക്കാൻ അറിയത്തില്ലെങ്കിൽ ഇവിടെ സെക്കൻഡ് വണ്ണിൽ ചാനൽസ് ടൂൾ ബാറിൽ ഇവിടെ ചാനൽസ് ഉണ്ട്, ഇവിടെ ഉണ്ട് ഈ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഫെയർ വാല്യൂക്ക് മാർക്ക് ചെയ്തിടുക, തിരിച്ച് വന്ന് മാർക്കറ്റിൽ ടാപ്പ് ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ബൈ ഓൺ ദ ഡീപ്പ്, ബ്രേക്ക് ഔട്ട്, ബ്രേക്ക് ഡൗൺ ട്രേഡ്, ഇത് രണ്ടും എന്താണ്, സെൽ ഓൺ ദ റൈസ്. ഓക്കെ, സെൽ ഓൺ ദ റൈസ്, ഇത് ഞാൻ സെൽ ഓൺ ദ റൈസ്. ഓക്കെ, ഇവിടെ താഴെ എന്താണ്, ബൈ ഓൺ ദ ഡീപ്പ്, ഇവിടെ എന്താണ് നമ്മുടെ OB ഉണ്ട്. ഓക്കെ, ഓക്കെ, സോ ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇതെന്താണ്, നമ്മുടെ നോ ട്രേഡിങ് സോണാണ്. അവിടെ നമുക്കൊരു ട്രേഡ് അൺവാണ്ടഡ് ആയിട്ട് പോയി ട്രേഡ് ചെയ്യണ്ട, നോ ട്രേഡ് സോൺ. ഓക്കെ, സോ ഇതിൻ്റെ മുകളിലുള്ള ഈ ഹൈയുടെ മുകളിലുള്ള ടാർഗറ്റ് നമുക്ക് ഇവിടെ ചെറിയ നിങ്ങൾ മാർക്കറ്റ് ഒരിക്കലും ചേസ് ചെയ്യാൻ പാടില്ല. നിഫ്റ്റിയാണ് ഒരു 20 പോയിൻറ്റ്സ് 50 പോയിൻറ്റ്സ് വാട്ട് എവർ പോയിൻറ്റ്സ് നിങ്ങൾ കിട്ടുന്നത് എടുത്തിട്ട് നിങ്ങൾ നിഫ്റ്റിയിൽ ഇറക്കി വെക്കുക. ഓക്കെ, വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്തോട്ടെ, അടുത്ത ദിവസം ട്രേഡ് ചെയ്യാം. ആ ട്രേഡ് വീണ്ടും പോയി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ചെറിയൊരു നോളജ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. വാട്ട് ഈസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, എങ്ങനെയാണ് ഫെയർ ഗ്യാപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഏത് ടൂൾ ഉപയോഗിച്ചാണ് അതിനെ മാർക്ക് ചെയ്ത് വെക്കേണ്ടത് ലൈവ് മാർക്കറ്റിൽ, എങ്ങനെയായിരുന്നു ട്രേഡ് എടുക്കേണ്ടത്, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു, ബൈ.